നാസിക് TCS കേന്ദ്രീകരിച്ച് നടന്ന മതപരിവർത്തന കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കേസിലെ മുഖ്യപ്രതിയായ നിദാ ഖാൻ പരാതിക്കാരിയെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കാനായി 170-ലധികം വീഡിയോകൾ അയച്ചതായും നിസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശീലനം നൽകിയതായും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. നാസിക് TCSലെ മതപരിവർത്തന ശ്രമം കേവലം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇതിനു പിന്നിൽ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നുമാണ് പുതിയ കണ്ടെത്തലുകൾ. പിടിയിലായ നിദാ ഖാൻ പരാതിക്കാരിക്ക് 171 മതപരമായ വീഡിയോകൾ അയച്ചു നൽകിയും നിർബന്ധപൂർവ്വം കലിമ ചൊല്ലിപ്പിക്കുകയും ചെയ്തതായി SIT കണ്ടെത്തി. പരാതിക്കാരുടെ വീട്ടിലെത്തി ബുർഖയും ഹിജാബും ധരിക്കാൻ നിർബന്ധിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ കോർപ്പറേറ്റ് ജിഹാദ് ഉണ്ടോ എന്ന കാര്യമാണ് സംസ്ഥാന സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നത്. നിദാ ഖാന്റെ ബാങ്ക് പാസ്ബുക്കുകൾ പോലീസ് പിടിച്ചെടുത്തു. ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഇവർക്ക് സാമ്പത്തിക സഹായം നൽകിയത് പ്രാദേശിക കോർപ്പറേറ്റർ മദീൻ മജീദ് പട്ടേലാണെന്നും പോലീസ് സംശയിക്കുന്നു. പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്കെതിരെയും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 9ഓളം FIRകളാണ് കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സാഫി ഷെയ്ഖ്, റാസ മേമൻ തുടങ്ങിയ മുഖ്യപ്രതികൾ ഇതിനോടകം പിടിയിലായി കഴിഞ്ഞു. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്ന ഇത്തരം ഗൂഢനീക്കങ്ങളുടെ വേരറക്കുമെന്ന ഉറച്ച നിലപാടിലാണ് മഹാരാഷ്ട്ര സർക്കാരും പോലീസും. ജനം, ഡൽഹി.